വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഇർഫാൻ ആലത്തിൻ്റെ 3 വീൽഡ് റെവല്യൂഷൻ എന്ന് പറയുന്ന പാഠസന്ദർഭമാണ്. അതൊരു ഇൻ്റർവ്യൂ പാറ്റേണിലാണ് ആ പാഠം വന്നിട്ടുള്ളതെന്ന് ഞാൻ ഒരിക്കൽ ആവർത്തിക്കട്ടെ. ആ ഇൻ്റർവ്യൂവറിൻ്റെ പേര് സുജാത രാംപ്രസാദ് എന്നും ഇൻ്റർവ്യൂയുടെ പേര് ഇർഫാൻ ആലം എന്നുമാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഓർമ്മയിലേക്ക് വരുത്തി നമുക്ക് ഈ പാഠത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ നോട്ട് എഴുതുന്ന സമയത്ത് നമ്മൾ ഒരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ ആദ്യം ഹെഡിങ് കൊടുത്ത് കാണുമല്ലോ, പാഠം തുടങ്ങുമ്പോൾ തന്നെ അർത്ഥങ്ങൾ എഴുതുമ്പോൾ തന്നെ. അത് കഴിഞ്ഞ് ഇപ്പോൾ ചാപ്റ്റർ 8 ഇർഫാൻ ആലം എഴുതി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് ഹെഡിങ് കൊടുക്കണം എന്ന കാര്യം എൻ്റെ പ്രിയ വിദ്യാർത്ഥികളെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ. അതിനുശേഷം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് എഴുതിയെടുക്കാം. നേരത്തെ മൈക്കിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. മൈക്ക് സെറ്റ് ചെയ്തതിലൊരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഷോർട്ട് ബ്രേക്ക് ചെയ്തത്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് എഴുതിയെടുക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിച്ച് ഇൻസിഡൻറ്റ് ഷോസ് ദാറ്റ് ഇർഫാൻ ഹാഡ് പ്രോബ്ലം സോൾവിങ് സ്കിൽ എന്ന്. അപ്പോൾ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഇൻസിഡൻ്റാണ് ഇർഫാന് പ്രോബ്ലം സോൾവിങ് സ്കില്ല് ഉണ്ട് എന്ന് തെളിയിച്ചത് എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കതിൻ്റെ ഉത്തരം എഴുതിയെടുക്കാം. നമുക്ക് ഏത് ഇൻസിഡൻ്റാണെന്ന് നമുക്കറിയാം. ഇർഫാൻ ആലം ഓട്ടോ അല്ലെ സൈക്കിൾ റിക്ഷയിൽ യാത്ര ചെയ്ത സമയത്ത് വെള്ളം ദാഹിച്ചു. ആ ദാഹിച്ച സമയത്ത് വെള്ളം സൈക്കിൾ റിക്ഷക്കാരൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ വെള്ളം അവിടെ അവൈലബിൾ ആയിരുന്നില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിന് വലിയൊരു മാർക്കറ്റ് ഓപ്പൺ ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ദാഹിക്കുന്ന യാത്രികന് വെള്ളം എന്ന ആവശ്യം ഒരു മാർക്കറ്റിന് സാധ്യത ഉണ്ട് വെള്ളം എന്ന ആവശ്യമുള്ളത് ഒരു മാർക്കറ്റിന് അല്ലെങ്കിൽ ഒരു ബിസിനസ്സിന് സാധ്യതയുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും അതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ ചിന്തകൾ ആ ദിശയിലേക്ക് മാറുകയും അതിനെ ബേസ് ചെയ്ത് അദ്ദേഹം ഒരു പദ്ധതിക്ക് രൂപം കൊടുക്കുകയും ചെയ്തു. അപ്പോൾ നമുക്കതിൻ്റെ ഉത്തരം എഴുതിയിരിക്കാം. അപ്പോൾ ആ ഒരു ഇൻസിഡൻറ്റ് തന്നെ നമുക്ക് പ്രോബ്ലം സോൾവിങ് സ്കില്ലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതുകൂടാതെ ഇദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ കൂട്ടുകാർ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ സ്കാമിൽ പെട്ടപ്പോൾ അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രയാസത്തിൽ പെട്ടപ്പോൾ അവർ നഷ്ടം അനുഭവിച്ചപ്പോൾ അവർക്ക് ലാഭം ഉണ്ടാക്കത്തക്ക രീതിയിൽ ഇദ്ദേഹത്തിന് ആ പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ പറ്റി എന്നുള്ളതും കൂടി വേണമെങ്കിൽ നമുക്ക് എഴുതാം. പക്ഷേ ഇവിടെ നമുക്ക് മാർക്കിൻ്റെ വെയിറ്റേജ് അനുസരിച്ച് എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് ആദ്യം തന്നെ നമുക്ക് എഴുതാം. അപ്പോൾ നമുക്ക് ഞാൻ പറയുന്നത് ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതിയെടുത്തെന്ന് പ്രതീക്ഷിക്കുന്നു. ക്വസ്റ്റ്യൻ ഒന്നുകൂടി ആവർത്തിക്കാം. വിച്ച് ഇൻസിഡൻറ്റ് ഷോസ് ദാറ്റ് ഇർഫാൻ ഹാഡ് പ്രോബ്ലം സോൾവിങ് സ്കിൽ, അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി അതിൻ്റെ ഉത്തരം ഞാൻ വായിക്കാം. ഞാൻ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു, ഉത്തരം മലയാളത്തിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഉത്തരം എഴുതുമ്പോൾ നിങ്ങൾ ഇംഗ്ലീഷിൽ ഞാൻ ഡിക്റ്റേറ്റ് ചെയ്യണത് അതങ്ങനെ എഴുതിയാൽ മതി. അപ്പോൾ ഞാൻ ഉത്തരം ഇംഗ്ലീഷിൽ വായിക്കാം, ശ്രദ്ധിക്കുക. വൺസ് ഇർഫാൻ, ഇത്രയാണ് എഴുതുന്നത്. അപ്പോൾ ആൻസർ എന്ന് എഴുതിക്കോളൂ. വൺസ് ഇർഫാൻ വാസ് ട്രാവലിംഗ് ഇൻ റിക്ഷോ and in the middle of the journey he was very thirsty. Full stop ഇടുക. ഞാൻ സെൻറ്റൻസ് ഒരിക്കലും ആവർത്തിക്കാം. Once Irfan was traveling in a rickshaw and in the middle of the journey he was very thirsty. Full stop ഇടുക. എന്നിട്ട് ഇങ്ങനെ എഴുതൂ. അടുത്ത സെൻറ്റൻസ് ആണ് കേട്ടോ. He asked the rickshaw puller if he had any water. He asked the rickshaw puller if he had any water. Full stop ഇടുക. എന്നിട്ട് ഇങ്ങനെ എഴുതൂ. He said അടുത്ത സെൻറ്റൻസ് ആണ് കേട്ടോ. He said he did not have because it was expensive to get bottles of water and stack them. ഇവിടെ ആവർത്തിക്കാം. He said he did not have because it was expensive to get bottles of water and stack them. സ്റ്റാക്ക് എന്ന് വെച്ചാൽ സൂക്ഷിച്ച് വയ്ക്കുക എന്നാണ് അർത്ഥം. അടുത്ത സെൻറ്റൻസ് നമുക്ക് എഴുതാം. ഇമ്മീഡിയറ്റ്ലി ഹി തോട്ട്, ഇവിടെ ഹി എന്ന് ഉദ്ദേശിക്കുന്നത് ഇർഫാനാട്ടാ. ഇമ്മീഡിയറ്റ്ലി ഹി എന്ന് ബ്രാക്കറ്റിൽ എഴുതിക്കോളൂ, ഇർഫാൻ എഴുതിക്കോളൂ. ഇമ്മീഡിയറ്റ്ലി ഹി ബ്രാക്കറ്റിൽ ഇർഫാൻ തോട്ട് ദർ വാസ് എ മാർക്കറ്റ് ഫോർ സെല്ലിംഗ് വാട്ടർ ബോട്ടിൽസ് ഇൻ ദ റിക്ഷാസ്. ഫുൾ സ്റ്റോപ്പ് എടുക്കാം. എന്നിട്ട് അടുത്ത സെൻറ്റൻസ് ചെയ്തു. ദിസ് ഇൻസിഡൻറ്റ് ഷോസ് ഇർഫാൻ ഹാഡ് എ പ്രോബ്ലം സോൾവിങ് സ്കിൽ. ലാസ്റ്റ് സെൻറ്റൻസ് ഒരിക്കലും ആവർത്തിക്കാം.
ദിസ് ഇൻസിഡൻറ്റ് ഷോസ് ഇർഫാൻ ഹാഡ് എ പ്രോബ്ലം സോൾവിങ് സ്കിൽ. അപ്പോൾ ആദ്യത്തെ ഇൻസിഡൻറ്റ് മാത്രമാണ് നമ്മൾ ഈ ഉത്തരത്തിൽ ക്രോഡീകരിച്ച് എഴുതിയിട്ടുള്ളൂ. മാർക്ക് ഇപ്പോൾ കൂടുതലുണ്ട്, 5 മാർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ആ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മാർക്കറ്റിലുണ്ടായ പ്രോബ്ലത്തെക്കുറിച്ചും അത് സോൾവ് ചെയ്യാൻ ഇർഫാൻ ആലം വായിച്ച് അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും കുറച്ച് നിരീക്ഷണ പാഠവത്തോടു കൂടി ആ സാഹചര്യത്തെ സമീപിക്കുകയും അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ കൂട്ടുകാർക്ക് വന്ന സാമ്പത്തിക നഷ്ടം ലാഭമാക്കി തീർക്കത്തക്ക രീതിയിൽ അദ്ദേഹം അതിനെക്കുറിച്ച് അറിഞ്ഞ് പഠിച്ച് പ്രവർത്തിച്ചു എന്ന് വേണമെങ്കിൽ എഴുതാം. അത് പക്ഷേ ഈ ചോദ്യത്തിൻ്റെ മാർക്കിൻ്റെ വെയിറ്റേജ് 5 അത് കൂടുതലും ആണെങ്കിലാണ് അതിന് ആ പോയിൻ്റ് ആവശ്യമുള്ളൂ. ഇപ്പോൾ ഇതിന് 3 മാർക്കുള്ളെങ്കിൽ നമ്മുടെ ഇപ്പം നമ്മൾ എഴുതിയ ഉത്തരം മതി. കാരണം അതിൽ റിക്ഷോയിൽ വെച്ചിട്ട് ആ സാഹചര്യം കണ്ടപ്പോൾ ഇർഫാനെ പൈസ എങ്ങനെ ആ സാഹചര്യത്തിൽ ഉണ്ടാക്കാം എന്നുള്ളത് ചിന്തിച്ച് കണ്ടെത്തി എന്നുള്ളത് വരെ മതി. ഇനി നമുക്ക് അടുത്ത ചോദ്യം എഴുതിയെടുക്കാം. Why does Irfan think that entrepreneurship is in his blood? ആ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ടാണ് ഇർഫാൻ ഇങ്ങനെ ചിന്തിക്കാൻ കാരണമെന്ന്. ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്ന സംഭവം അദ്ദേഹത്തിൻ്റെ രക്തത്തിലുണ്ട് എന്ന് ഇർഫാൻ ചിന്തിക്കാനുള്ള കാരണം എന്ത് എന്നാണ് ആ ചോദ്യം സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം വളരെ ചെറുപ്പം മുതലേ ഈ മേഖലയിൽ താല്പര്യമുണ്ട് എന്ന് കാണിക്കുകയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ കൂട്ടുകാർക്ക് സാമ്പത്തികമായ നഷ്ടം 1992 സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ മേഖലയിൽ ഉണ്ടായപ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ച് പഠനം നടത്തുകയും തക്കതായ ഉപദേശങ്ങളും പിതാവിൻ്റെ കൂട്ടുകാർക്ക് നൽകി അവരുടെ സാമ്പത്തിക നഷ്ടത്തെ ലാഭമാക്കി തീർക്കുകയും ചെയ്ത സാഹചര്യം നമുക്ക് കാണാനിടയായി. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം ഈ ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്ന സംഭവം അദ്ദേഹത്തിൻ്റെ ബ്ലഡിലുണ്ട് എന്ന്. ഉത്തരം നിങ്ങൾക്ക് ഏകദേശം കിട്ടി, ഞാൻ മലയാളത്തിൽ ഡിസ്കസ് ചെയ്തു. ഇനി എൻ്റെ എക്സാക്റ്റ് ഉത്തരം റെഡിമെയ്ഡ് ആൻസർ ഞാൻ ഡിക്റ്റേറ്റ് ചെയ്യാം, അത് നിങ്ങൾ നോട്ടിലേക്ക് എഴുതിയെടുത്തോളൂ. അപ്പോൾ ഞാനത് അവർക്ക് വായിക്കാം. ഉത്തരമാണ് എഴുതണം, ആൻസർ എന്ന് പറഞ്ഞിട്ട് എഴുതിക്കോളൂ. രണ്ടാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇർഫാൻ തിങ്സ് ദാറ്റ് ഓൺട്രപ്രണർഷിപ്പ് ഈസ് ഇൻ ഹിസ് ബ്ലഡ് ബിക്കോസ് ഹീ ഹാഡ് ആൻ ഇൻട്രസ്റ്റ് in business from a very early age. അത് കഴിഞ്ഞ് ഫുൾ സ്റ്റോപ്പ് എടുക്കാം. ആ സെൻറ്റൻസ് ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കാം. ഇർഫാൻ തിങ്സ് ദാറ്റ് ഓൺട്രപ്രണർഷിപ്പ് ഈസ് ഇൻ ഹിസ് ബ്ലഡ് ബിക്കോസ് ഹീ ഹാഡ് ആൻ ഇൻട്രസ്റ്റ് ഇൻ ബിസിനസ് ഫ്രം എ വെരി ഏർലി ഏജ്. ഫുൾ സ്റ്റോപ്പ് എടുക്കുക. ആദ്യത്തെ സെൻറ്റൻസ് എഴുതി കഴിഞ്ഞു. എന്നിട്ട് ഇങ്ങനെ എഴുതിക്കോളൂ. ഹി വാസ് എൻ്റർപ്രൈസിങ് സ്പെല്ലിംഗ് ഞാൻ പറഞ്ഞു തരാം. ENTERPRISING. He was enterprising since his childhood. Full stop എടുക്കുക. എന്നിട്ട് ഇങ്ങനെ എഴുതൂ. During the stock market scam on 1992. During the stock market scam ഇന്നാണ് വേണ്ടത്. In 1992, commented, his father and his friends lost a lot of money. Full stop എടുക്കുക. ആ സെൻറ്റൻസിനെ ഒരിക്കൽ കൂടി ആവർത്തിക്കാം. ഡ്യൂറിങ് ദ സ്റ്റോക്ക് മാർക്കറ്റ് സ്കാം എന്ന് വെച്ചാൽ പ്രയാസം, പ്രോബ്ലം എന്നൊക്കെയാണ് അതിനർത്ഥം വരുന്നത്. ഇൻ 1992 കോമന്റഡ് ഹിസ് ഫാദർ ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ലോസ്റ്റ് എ ലോട്ട് ഓഫ് മണി. ഫുൾ സ്റ്റോപ്പ് എടുക്കുക. ഇങ്ങനെ എഴുതൂ. അടുത്ത സെൻറ്റൻസ് ആണ്, ലാസ്റ്റ് സെൻറ്റൻസ് ആണ്. ഇർഫാൻ ഹെൽപ്ഡ് ദെം ടു റിക്കവർ ദെയർ ലോസസ് ആൻഡ് ഈവൺ മേക്ക് പ്രോഫിറ്റ്സ്. ഒരിക്കൽ കൂടി ആവർത്തിക്കാം. Irfan helped them to recover their losses and even make profits. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇട്ട് കഴിഞ്ഞാൽ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി. നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിലെ സ്കാമിൽ ഇദ്ദേഹത്തിൻ്റെ പിതാവിനും പിതാവിൻ്റെ കൂട്ടുകാർക്കും പൈസ നഷ്ടമായപ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ച് വളരെ ആർജവത്തോടുകൂടി പഠിച്ചെടുക്കുകയും ആ സാഹചര്യങ്ങളെ നിരീക്ഷിക്കുകയും ആ സാഹചര്യത്തിന് തക്കതായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും കൊടുത്ത് പിതാവിൻ്റെ കൂട്ടുകാർക്കും നഷ്ടം നികത്തി കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഒരു പ്രത്യേക സ്റ്റേജ് കഴിഞ്ഞപ്പോൾ അവർക്ക് ലാഭം പോലും ഉണ്ടാക്കി കൊടുത്തു എന്നാണ് ഉത്തരം പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ അദ്ദേഹത്തിൻ്റെ ബ്ലഡിൽ, അതായത് ജീൻസിൽ, അതായത് അവരുടെ ചിന്താഗതിയിൽ അദ്ദേഹത്തിന് എന്തുണ്ടായിരുന്നു? ഓൺട്രപ്രണർഷിപ്പ് ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇർഫാൻ അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ചിന്തിക്കാൻ കാരണം. എനിക്ക് ചെറുപ്പം മുതലേ ഈ കഴിവുണ്ട് എന്ന് അദ്ദേഹം തൻ്റെ രക്തത്തിൽ തന്നെ ഇതുണ്ട് എന്ന് ചിന്തിക്കാൻ കാരണം. അപ്പോൾ നമുക്ക് ആ ഉത്തരവും കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. വൈ ഡിഡ് ഇർഫാൻ റിഫ്യൂസ് ദ മണി ഫ്രം ദ TV show? Why did Irfan refuse the money from the TV show? Why did Irfan refuse the money from the TV show? അപ്പോൾ ഈ ചോദ്യം എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് ഇർഫാൻ
ടി വി ഷോയിൽ പൈസ തിരസ്കരിച്ചത് അല്ലെങ്കിൽ സ്വീകരിക്കാതിരുന്നത് എന്നാണ് ചോദ്യം. അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ടി വി ഷോയിലെ ആളുകൾക്ക് ഈ കാര്യമായ സാമ്പത്തിക നേട്ടം കച്ചവടത്തിലൂടെ നേടണം എന്ന് മാത്രമേ ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ. അവർക്ക് ഈ റിക്ഷ പുൾ ചെയ്യുന്ന വ്യക്തികളുടെ കുടുംബത്തിനോ അവരുടെ കൂട്ടായ്മയ്ക്കോ അവരുടെ കൂട്ടത്തിനോ ഒരു നന്മ വരത്തക്ക രീതിയിലുള്ള പ്രവർത്തനമല്ല അവർ ആഗ്രഹിച്ചിരുന്നത്. അവർ സാമ്പത്തിക നേട്ടം നേടുവാൻ ഈ റിക്ഷ പുള്ളേഴ്സിൻ്റെ ജീവിതത്തിലെ സാഹചര്യവും വിനിയോഗിക്കുക എന്നുള്ള ചിന്ത മാത്രമേ ടി വി ഷോ ആൾക്കാർക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് തിരിച്ചറിഞ്ഞപ്പോൾ ഇർഫാൻ ആലത്തിൻ്റെ ചിന്താഗതി അങ്ങനെയായിരുന്നില്ല. ഈ ഒരു കൂട്ടത്തിനെ, അതായത് റിക്ഷ പുള്ളേഴ്സിൻ്റെ കൂട്ടത്തിനെ ഒരു നന്മ വരത്തക്ക രീതിയിൽ അവർ സാമ്പത്തികമായിട്ടും സാമൂഹികപരമായിട്ടും ഉയർത്താൻ സാധിക്കണം എന്നൊരു ചിന്താഗതിയാണ് ഇർഫാൻ ആലത്തിനുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്കൊരു ID കാർഡ് കൊടുക്കുവാനും അവർക്ക് ആവശ്യമുള്ള ചെറിയ ക്ലാസ്സുകൾ കൊടുക്കാനും സാമൂഹികമായിട്ട് ഉന്നതത്തിലേക്ക് കുറച്ചും കൂടി ഉയരുവാനുള്ള ക്ലാസ്സുകൾ കൊടുക്കുവാനും അതുപോലെ തന്നെ കുറേ കൂടിയൊക്കെ ഭേദഗതി അവരുടെ ജീവിതത്തിലും കുടുംബത്തിനൊക്കെ ഉണ്ടാകാൻ വേണ്ടി ഇദ്ദേഹം ആഗ്രഹിച്ചു. അതുപോലെ തന്നെ അവർക്ക് ഇൻഷുറൻസ് കൊടുക്കുവാനും പിന്നെ അവർക്ക് സ്വന്തമായിട്ട് സൈക്കിൾ റിക്ഷ ഓൺ ചെയ്യത്തക്ക രീതിയിൽ അല്ലെങ്കിൽ അത് സ്വന്തമായിട്ട് സൈക്കിൾ റിക്ഷ നേടാൻ തക്ക രീതിയിൽ അവർ ഉയർത്തണമെന്നൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അവരെ ചൂഷണ വിധേയരാക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിന് അവരെ ഉയർത്തണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കാരണങ്ങളാലൊക്കെയാണ് അദ്ദേഹം ആ സീഡ് മണി അഥവാ ആ ക്യാപിറ്റൽ അഥവാ മൂലധനം നമ്മുടെ ടി വി ഷോക്കാരുടെ കയ്യിൽ നിന്നും വാങ്ങാതിരുന്നത്. ആ ബിസിനസ് ബാസികർ എന്ന് പറയുന്ന ടി വി ഷോക്കാരുടെ കയ്യിൽ നിന്നും വാങ്ങാതിരുന്നത്. അപ്പോൾ ഞാനത് മലയാളത്തിൽ ചർച്ച ചെയ്തു. മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ ചർച്ച ചെയ്തു. ഇനി ഞാൻ അതിൻ്റെ എക്സാക്റ്റ് ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷിലുള്ളത് നിങ്ങൾക്ക് ഉത്തരമായിട്ട് റെഡിമെയ്ഡ് ആൻസർ ആയിട്ട് തരാം. പേന എടുത്തിട്ട് അത് എഴുതിക്കോളൂ. ഇർഫാൻ ആലം wanted to provide the rickshaw pullers with insurance, ID cards and uniforms. ഒരിക്കലും സെൻറ്റൻസ് ആവർത്തിക്കാം. ഇർഫാൻ ആലം wanted to provide the rickshaw pullers with insurance, ID cards and uniforms. ഫുൾ സ്റ്റോപ്പ് എടുക്കുക. ഇങ്ങനെ എഴുതു. He wanted to run the business as a non-profit organization. ഒരിക്കലും ആവർത്തിക്കാം. He wanted to run the business as a non-profit organization. Full stop എടുക്കുക. He thought it to be the best way to sustain. അടുത്ത സെൻറ്റൻസ് ആണ് ഞാൻ പറഞ്ഞത് കേട്ടോ. He thought it to be, ഒരിക്കലും ആവർത്തിക്കുകയാണ് സെൻറ്റൻസ്. He thought it to be the best way to sustain the business and easiest way to get banks to give out loans. ഒരിക്കലും സെൻറ്റൻസ് ഞാൻ ആവർത്തിക്കാം. He thought it to be the best way to sustain business and easiest way to get banks to give out loans. Full stop എടുക്കുക. ഇതിങ്ങനെ ചെയ്തു. The organizers of the TV show did not agree to this model and so he refused to take the prize money. Last sentence ഒരിക്കലും ആവർത്തിക്കാം. The organizers of the TV show did not agree to this model and so he refused to take the prize money. ടി വി ഓർഗനൈസേഴ്സ് അദ്ദേഹത്തിൻ്റെ ആശയങ്ങളോട് യോജിച്ചു പോയില്ല. അവർക്ക് ബിസിനസ് ലാഭമാണ്, ബിസിനസ് പ്രോഫിറ്റാണ് മെയിൻ ടാർഗറ്റായിരുന്നത്. അദ്ദേഹത്തിന് ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു റിക്ഷ പുള്ളേഴ്സിൻ്റെ ലൈഫിനോട്. അപ്പോൾ അവർ കുറേ കൂടി ഭേദഗതിയിലേക്ക് എത്തണമെന്ന ആഗ്രഹമാണ് നമ്മുടെ ഇർഫാൻ ആലത്തിനുണ്ടായിരുന്നത്. അപ്പോൾ ഈ രണ്ടുപേരുടെ ആശയങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ കാരണം ഒരു തീരുമാനത്തിലേക്ക് എത്താൻ സാധിച്ചില്ല. അതുകൊണ്ട് അവരായിട്ട് യോജിച്ച് പോകാതെ ഇദ്ദേഹം തന്നെ ആ ഉദ്യമം ഏറ്റെടുത്ത് പ്രവർത്തിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇർഫാൻ ആലം. ഈ കാരണത്താലാണ് ഇർഫാൻ ആലം അവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കാതിരുന്നത് എന്ന കാര്യം പ്രിയ വിദ്യാർത്ഥികളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തട്ടെ. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഈ ക്യാമറയുടെ ഫോക്കസിൽ ഈ ആൻസർ അല്ലെങ്കിൽ ഞാൻ ബോർഡിൽ എഴുതിയിട്ടുള്ളത് ക്ലിയർ ആണെന്ന് തോന്നുന്നു. എന്തെങ്കിലും ഷേക്കൊക്കെ ഉണ്ടോ എന്നാണ് ഞാൻ ഇടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കുന്നത്. ഒരുവിധം ക്ലാരിറ്റിയിൽ കിട്ടുന്നുണ്ട് എന്നാണ് പ്രതീക്ഷ. ഈ ചെറിയൊരു ടിൽറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. അത് നിങ്ങളത് അണ്ടർസ്റ്റാൻഡ് ചെയ്യും അല്ലെങ്കിൽ നിങ്ങളത് കോംപ്രിഹെൻഡ് ചെയ്യും, നിങ്ങളത് മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചെറിയൊരു ടിൽറ്റ് ഈ ട്രൈപോഡിനുണ്ട്. അത് വലിയ വിഷയമല്ല. എങ്കിലും നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. Where did Irfan get the seed money? അപ്പോൾ അടുത്ത ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇർഫാൻ ആലത്തിനെ
ഈ സീഡ് മണി അഥവാ ക്യാപിറ്റൽ എങ്ങനെ ലഭിച്ചു എന്നാണ് ചോദ്യം. എന്ത് ബിസിനസ്സോ എൻ്റർപ്രൈസോ തുടങ്ങണമെങ്കിൽ ഒരു ക്യാപിറ്റൽ വേണമല്ലോ. അപ്പോൾ ചോദ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഇർഫാൻ ആലത്തിന് പിന്നെ ഈ മൂലധനം ലഭിച്ചത്. സീഡ് മണി എന്ന് വെച്ചാൽ മൂലധനം അഥവാ ക്യാപിറ്റൽ. അപ്പോൾ ആ ക്യാപിറ്റൽ ലഭിച്ചത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം അവരുടെ നിന്ന് വാങ്ങിയില്ലല്ലോ, ടി വി ഷോയുടെ കാര്യം നിന്ന് വാങ്ങിയില്ല. അപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ചത് എങ്ങനെയാണ് ഈ സീഡ് മണി ലഭിച്ചത് അദ്ദേഹത്തിൻ്റെ ഫാമിലിയിൽ നിന്നും ഫ്രണ്ട്സിൽ നിന്നാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. അപ്പോൾ നമുക്ക് ഉത്തരം എഴുതാം ഇർഫാൻ. അപ്പോൾ നമുക്ക് അത് ഞാനിപ്പോൾ മലയാളത്തിൽ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്തു. ഇനി അതിൻ്റെ ഉത്തരമാണ് ഞാൻ ഇംഗ്ലീഷിൽ എക്സാക്ട് ട്രാൻസ്ലേഷനായിട്ട് തരുന്നത്. ഇർഫാൻ ആലം ഗോട്ട് ഹിസ് സീഡ് മണി ഫോർ ദ എൻ്റർപ്രൈസ്. ഒരിക്കലും ആവർത്തിക്കാം. ഇർഫാൻ ആലം ഗോട്ട് ഹിസ് സീഡ് മണി ഫോർ ദ എൻ്റർപ്രൈസ്. ഇർഫാൻ ആലം ഗോട്ട് ദ സീഡ് മണി ഫോർ ഹിസ് എൻ്റർപ്രൈസ് ഫ്രം ഹിസ് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് എന്നാണ് കേട്ടോ. അപ്പോൾ ഫാമിലി മെമ്പേഴ്സും പെടും, കൂട്ടുകാരും പെടും. അപ്പോൾ നമുക്ക് ഉത്തരം ഒരിക്കൽ കൂടി ആവർത്തിക്കാം. ഇർഫാൻ ആലം ഗോട്ട് ദ സീഡ് മണി ഫോർ ഹിസ് എൻ്റർപ്രൈസ് ഫ്രം ഹിസ് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. അങ്ങനെ ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം എഴുതുക, ഫുൾ സ്റ്റോപ്പ് ഇടുക. ദെയർ കോൺട്രിബ്യൂഷൻ ഒരു സെൻറ്റൻസും കൂടി എഴുതുക. എപ്പോഴും ഉത്തരം എഴുതുമ്പോൾ ഒരൊറ്റ സിംഗിൾ സെൻറ്റൻസിൽ എഴുതാതിരിക്കാൻ ശ്രമിക്കുക. 2 or 3 സെൻറ്റൻസ് ഉണ്ടെങ്കിൽ അത് അത്യുത്തമമായിരിക്കും. 2 സെൻറ്റൻസ് ഉണ്ടെങ്കിൽ ഉചിതമായിരിക്കും. 3ാമതൊരു സെൻറ്റൻസും കൂടി ഉണ്ടെങ്കിൽ അത് അത്യുത്തമമായിരിക്കും. ഇപ്പോൾ തേർഡ് സെൻറ്റൻസ്, അപ്പോൾ നമുക്ക് 2ാം സെൻറ്റൻസ് ആയിട്ട് ഇങ്ങനെ എഴുതാം. ദ കോൺട്രിബ്യൂഷൻ ഫ്രം ദ ഫാമിലി മെമ്പേഴ്സ് ആൻഡ് ദ ഫ്രണ്ട്സ് were so helpful for Irfan Alam to start his new venture. ഒരിക്കൽ കൂടി എഴുതിക്കോളൂ. ആ സെൻറ്റൻസിൻ്റെ ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കാം. The contribution from the family members and the friends were so helpful to Irfan Alam to start the venture. ഇത് എക്സാക്റ്റായിട്ട് ഇത് തന്നെ ഈ വാക്കുകൾ തന്നെ വേണമെന്നില്ല. നിങ്ങളുടെ സ്വന്തം വാക്കുകളിൽ ഉത്തരങ്ങൾ എഴുതാം. ഞാനിതിപ്പോൾ 2ാമത്തെ സെൻറ്റൻസ് ഞാൻ നിങ്ങൾക്കത് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തന്നേ ഉള്ളൂ. അത് 2 സെൻറ്റൻസ് ഉണ്ടെങ്കിലാണ് ക്വസ്റ്റിൻ്റെ ആൻസറിന് ഒരു കംപ്ലീറ്റ്നെസ് വരികയുള്ളൂ. അപ്പോൾ നമുക്ക് 4 ചോദ്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ 4 ചോദ്യങ്ങളോടുകൂടെ ഈ സെഷൻ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത സെറ്റ് ഓഫ് ചോദ്യങ്ങൾ ഞാൻ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഒരു 4 ചോദ്യം കൂടി ഞാൻ 3-4 ചോദ്യം കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിൻ്റെ ഉത്തരങ്ങൾ റെഡിമെയ്ഡ് ആൻസേഴ്സ് ഞാൻ തരാം. അപ്പോൾ കൂടുതൽ നിങ്ങൾക്ക് ഒരു റിവൈസ്ഡ് ആയിട്ടുള്ളൊരു ഇഫക്റ്റ് നിങ്ങൾക്ക് ലഭിക്കും. ലേൺഡ് ഇഫക്റ്റിനേക്കാളും ഒരു റീലേൺഡ് അല്ലെങ്കിൽ റിവൈസ്ഡ് ആയിട്ടുള്ളൊരു ഇഫക്റ്റും നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഇതൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ ഈ സെഷൻ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ പ്രിയ വിദ്യാർത്ഥികൾ എല്ലാവരും വളരെ സേഫായിട്ടിരിക്കുന്നു. ഗവൺമെൻറ് നോംസ് പ്രകാരം എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നു എന്ന് ഞാൻ ഉറപ്പോടുകൂടി ചിന്തിക്കുന്നു. ഞാൻ വിചാരിക്കുന്നു നിങ്ങളെല്ലാവരും വളരെ കോഷ്യസ് ആണ്. അങ്ങനെ കോഷ്യസ് ആകണം. കോഷ്യസ് ആയിട്ട് ഗവൺമെൻറ് നോംസ് പ്രകാരം തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എൻ്റെ ഈ എളിയ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ അടുത്ത ചോദ്യങ്ങളുമായിട്ട് വീണ്ടും കാണുന്നതുവരെ താങ്ക് യു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് എഴുതാം.